ഇന്ത്യയിലുള്ളവർക്കും വടക്കേ അമേരിക്കയിലുള്ളവർക്കും ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഗുഡ് ഈവനിങ്. ഒരു പ്രാവശ്യം കൂടെ ഇങ്ങനെ കൂടുവാനിടയാകുന്ന ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ ആഴ്ച വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള 6 വാക്യങ്ങളാണ് വായിച്ച് പഠിച്ചത്. ഇന്ന് ബാക്കിയുള്ള ഭാഗങ്ങൾ പഠിക്കാമെന്ന് വിചാരിക്കുന്നു. ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്, യോഹന്നാൻ സ്നാപകന് നമ്മൾ പറഞ്ഞു നിർത്തിയത് കഴിഞ്ഞ ആഴ്ച അവിടെയാണ്. യോഹന്നാൻ സ്നാപകൻ യേശു ക്രിസ്തു വന്നിട്ട് ദൈവത്തിന്റെ രാജ്യം സ്ഥാപിക്കും എന്ന് അവിടെ പ്രസംഗിച്ചു, ഇസ്രായേലിൽ പ്രസംഗിച്ചു. എന്നാൽ ദൈവത്തിന്റെ രാജ്യം അവിടെ സ്ഥാപിക്കപ്പെട്ടില്ല. അപ്പൊ യോഹന്നാൻ സ്നാപകന് വന്നപ്പോൾ അവൻ രാജ്യത്തിന്റെ വരവ് പ്രഖ്യാപിച്ചു. കോടാലി വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ചിരിക്കുന്നു എന്ന് പ്രസ്താവിച്ചു. വീശുമുറത്താൽ പതിരിനെ കതിരിൽ നിന്നും വേർതിരിക്കുന്നതിനായി കർത്താവ് വരുന്നു എന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ ഒരു മരത്തിലും കോടാലി വെച്ചില്ല, വീശുമുറ ഉണ്ടായിരുന്നില്ല, രാജ്യം സ്ഥാപിച്ചതുമില്ല. അപ്പൊ യോഹന്നാന് പരിഭ്രാന്തനായിട്ട് ജയിലിൽ കിടന്നപ്പം വരാനുള്ളവൻ നീ തന്നെയാണോ എന്ന് ഒന്ന് പറഞ്ഞയച്ച ആ ഭാഗമാണ് ഞാൻ അവസാനമായിട്ട് നിർത്തിയത്. എന്നാൽ ഇതിന്റെ ചരിത്രത്തിൽ നാം പഠിച്ചാൽ നേരത്തെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് പോലെ ആദ്യത്തെ ഒരു 200-300 വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരാളെയുടെ പിന്നെ മ്യൂട്ട് ചെയ്യാനുണ്ട്. എനിക്ക് വന്ന് സിസ്റ്റർ കുഞ്ഞമ്മ പണിക്കരാണെന്ന് തോന്നുന്നു, ഇടയ്ക്ക് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് ശബ്ദം വരും, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. 300 വർഷത്തിന് ശേഷം ഈ യേശു ക്രിസ്തുവിനെ കുറിച്ച് യഹൂദന്മാരായോണ്ട് ആ യഹൂദന്മാരോടുള്ള വിരോധം മൂലം അവരൊരു ഈ അന്നത്തെ സഭാപിതാക്കന്മാർ വേറൊരു തിയോളജി സ്ഥാപിച്ചു. ആ തിയോളജിയാണ് ഈ ക്രിസ്ത്യാനികളാണ് പുതിയ ഇസ്രായേല്. ഇസ്രായേലിന് യാതൊരു സ്ഥാനവുമില്ല ദൈവസന്നിധിയില്, ഇസ്രായേല് യാതൊരു പ്രാധാന്യവുമില്ല എന്നവർ പഠിപ്പിച്ചു. എന്നാൽ ഇസ്രായേലിന്റെ അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് ക്രിസ്ത്യാനികൾക്ക്, ക്രിസ്തു സഭയ്ക്ക് കിട്ടും. എന്നാൽ ശാപങ്ങളെല്ലാം യഹൂദന്മാർക്ക് ഇപ്പോഴും കിട്ടുമെന്നുള്ളതാണ്. അത് യുക്തികീരുന്ന ഒരു പഠിപ്പീരല്ല. അതങ്ങനെ പഠിപ്പിച്ച് വന്നത് കൊണ്ടാണ് ഇസ്രായേലിനുള്ള വിരോധം കൊണ്ട് ഇങ്ങനെ യഹൂദന്മാരെ ലോകം മുഴുവൻ, കഴിഞ്ഞ ആഴ്ച തന്നെ ഞാൻ പറഞ്ഞാണ്, കേരളം ഒഴിച്ച് ലോകം മുഴുവൻ യഹൂദന്മാരെ പീഡിപ്പിച്ചു. അവസാനം 2ാം ലോകമഹായുദ്ധത്തില് ഹിറ്റ്ലർ വന്ന് 1,00,000 യഹൂദന്മാരെ അവിടെ പീഡിപ്പിച്ച് കൊന്നു. ഇപ്പോഴും നടക്കുന്നുണ്ട് ഗാസായിലും. എന്നാൽ ഇപ്പോഴ് നമ്മള് ബ്രോൺ പെന്തക്കോസ്ത്, ബാപ്റ്റിസ്റ്റ്, സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് മുതലായ മിക്കവാറും സഭകളെല്ലാം തന്നെ ഡിസ്പെൻസേഷണലിസത്തിലാണ് വിശ്വസിക്കുന്നത്. ഈ വേദോസ്തവത്തിൽ യുഗങ്ങളായിട്ട് തരം തിരിച്ചാണ് പഠിക്കുന്നത്. എന്നാൽ ഇപ്പോഴ് ഈ സഭകളെല്ലാം തന്നെ യൂട്യൂബും ഒക്കെ വന്നത് കൊണ്ട് വേറെ ഇതില് പഠിപ്പീരിപ്പം തുടങ്ങിയിട്ടുണ്ട്. ഇസ്രായേലിന് യാതൊരു സ്ഥാനവുമില്ല. അതിന്റെ റിഫോംഡ് തിയോളജി എന്ന് പറയും. റിഫോംഡ് തിയോളജി അത് തന്നെയാണ്, സെയിം തിയോളജി തന്നെയാണ് റോമൻ കാത്തലിക്സും ഓർത്തഡോക്സും മർത്തോമാക്കാരും എല്ലാവരും പഠിപ്പിക്കുന്നത്. ഇസ്രായേലിന് യാതൊരു സ്ഥാനവും ഇല്ലെന്നുള്ള രീതിയിലാണ്. എന്നാല് നമുക്ക് വേദോസ്തവത്തിൽ പഠിക്കുന്നതും അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തില് അവിടെ പരിശുദ്ധാത്മാവ് വരികയും പുതിയ നിയമസഭ സ്ഥാപിക്കുകയും ചെയ്തു. അത് മറിഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു. അത് പഴയ നിയമകാലത്ത് പ്രവാചകന്മാർക്കും ആർക്കും വെളിപ്പെട്ടിരുന്നില്ല. അത് പുതിയ നിയമകാലം വന്നപ്പോൾ അത് വെളിപ്പെട്ടു. അപ്പോസ്തലന്മാർക്കും അന്നത്തെ പ്രവാചകന്മാർക്ക് വെളിപ്പെട്ടു. പ്രധാനമായിട്ട് അപ്പോസ്തലനായ പൗലോസിനാണ് ദൈവം അത് കൂടുതൽ അതിന്റെ വെളിപാട്, റെവലേഷൻ കൊടുത്തത്. അങ്ങനെയാണ് പൊതുസഭ, സഭ പ്രത്യേക ഒരു ഇസ്രായേലുമായിട്ട് യാതൊരു ബന്ധവുമില്ല. വേറെ മറ്റേ ഞാൻ പറഞ്ഞ പോലെ പഠിപ്പിക്കുന്ന മോശയും ചർച്ചിലെ മെമ്പറാണ്, എബ്രഹാം മെമ്പറാണ്, എല്ലാവരും മെമ്പറാണ്. നമ്മളത് വിശ്വസിക്കുന്നില്ല. പഴയ നിയമഭക്തന്മാര് വേറെ ഇതാണ്, നമ്മൾ പുതിയ നിയമഭക്തന്മാര്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം ഡേ ഓഫ് പെന്തക്കോസ്റ്റ് മുതലാണ് പുതിയ നിയമസഭ എന്നുള്ളതാണ് വാചകത്തിൽ നിന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനോട് ബന്ധിച്ച് എഫേസ്യ ലേഖനം 3-1 മുതൽ 13 വായിച്ചാൽ അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ സഭയെക്കുറിച്ചുള്ള ഈ മർമ്മത്തെക്കുറിച്ചുള്ള നിങ്ങൾ ആരെങ്കിലും ഒന്ന് വായിച്ചാൽ ഉപകാരമായിരിക്കും. അത് എഫേസ്യർ 3-1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. അത് നിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുയേശുവിന്റെ ബദ്ധനായിരിക്കുന്നു. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്ക് ഒരു മർമ്മം അറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ അത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്കും ഗ്രഹിക്കാം.
ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. മതിയോ? ഇല്ല, 13 വരെ വാക്യങ്ങൾ പറഞ്ഞു. 13. ഓക്കെ. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളുമാകണം എന്നുള്ളത് തന്നെ. ആ സുവിശേഷത്തിന് ഞാൻ അവന്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ ശുശ്രൂഷക്കാരനായി തീർന്നു. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്ന് നിന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിയായി വരുന്നു. അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കിലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾ നിങ്ങളുടെ മഹത്വമാകയാൽ അവ നിമിത്തം അധൈര്യപ്പെട്ടു പോകരുത് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. താങ്ക് യു മേഴ്സി. ഗോഡ് ബ്ലസ്. നിങ്ങൾ എല്ലാവരും ഈ അധ്യായം ഒന്നുകൂടെ വായിക്കണം. ഇതൊരു മർമ്മമായിരുന്നു. അപ്പോസ്തലനായ പൗലോസിന് വെളിപ്പെട്ടു. പുതിയ നിയമകാലത്തെ പ്രവാചകന്മാർക്കും വെളിപ്പെട്ടു. എന്നാൽ പൗലോസിനാണ് കൂടുതൽ ഇതിനെ വെളിപ്പെട്ടത്. അതാണ് ഇവിടെ നമ്മൾ വായിച്ചത്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന വേറൊരു വാക്യമുണ്ട്. ഗലാത്യർ 2:7 വായിച്ചാട്ട് ആരെങ്കിലും. Galatians chapter 2 verse 7. നേരെ മറിച്ച് പരിച്ഛേദനയുടെ അപ്പോസ്തലത്വത്തിനായി പത്രോസിനോടുകൂടെ വ്യാപരിച്ചവൻ ജാതികൾക്കായി എന്നോടുകൂടെയും വ്യാപരിച്ചതുകൊണ്ട് ഗലാത്യർ 2:7. പത്രോസിന് പരിച്ഛേദനക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം എന്ന പോലെ എനിക്ക് അഗ്രഹർമ്മക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം വരമേൽപ്പിച്ചിരിക്കുന്നു എന്നും കണ്ടു. അതെ, അഗ്രഹർമ്മക്കാരുടെ ഇടയിൽ. അപ്പം ജാതികൾക്ക് സുവിശേഷം പൗലോസിനെ പ്രത്യേകം തിരഞ്ഞെടുത്ത് ജാതികൾക്ക് സുവിശേഷം പറയാനാണ്. ആദ്യകാലങ്ങളിൽ യഹൂദന്മാരോട് പറഞ്ഞുവെങ്കിലും അതിനായിട്ട് വേർതിരിക്കപ്പെട്ടതാണ് അവിടെ. പിന്നെ വേറൊരു വാക്യം കൂടെ റോമർ 16:25 വായിച്ചാൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അത് നമുക്ക് ഹൃദയത്തിൽ അത് ശരിക്ക് മനസ്സിലാക്കി പോകാൻ സാധിക്കും. റോമർ 16:25. അത് 24 മുതൽ വായിച്ചെങ്കിലേ ഒരു സെന്റൻസ്. പൂർവകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും നിത്യദൈവത്തിൻ്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിൻ്റെ വെളിപ്പാടിന് അനുസരണമായുള്ള എൻ്റെ സുവിശേഷത്തിനും യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏകജ്ഞാനിയായ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം എന്നേക്കും മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. താങ്ക് യു വെരി മച്ച്. ഇപ്പൊ ഇത്രയും ഭാഗങ്ങൾ വായിക്കുന്നത് മനസ്സിലാകും. പലരും ഇപ്പോഴും നമ്മുടെ ഇടയിൽ തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള അറിയുന്നവർ തന്നെ പറയുന്നുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് സഭ വ്യത്യാസം ഇസ്രായേലുമായിട്ട് വ്യത്യാസമില്ല. ഇതിൽ കൂടുതൽ തെളിവ് ആവശ്യമില്ല. ഇതൊരു മർമ്മമായിരുന്നു. അത് പുതിയ നിയമസഭ എന്നുള്ളത് അത് പൗലോസിനെ കൂടുതൽ വെളിപ്പെടുത്തി അത്രയും വാക്യങ്ങളാണ് വായിച്ചത്. മർമ്മം എന്നത് മറഞ്ഞിരിക്കുന്നതല്ല, വെളിപ്പെടുന്നത് വരെ മർമ്മമാണ്. വെളിപ്പെടുന്നത് മറച്ചു വെച്ചു. അപ്പൊ ഇവിടെ പറയുന്ന മർമ്മം ജാതികൾ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളതല്ല. ജാതികള് കാരണം അത് പഴയ നിയമത്തിൽ തന്നെ ജാതികൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ യഹൂദരും ജാതികളും പഴയ നിയമ പ്രവചനത്തിന് മറഞ്ഞിരുന്നതാണ്. എന്നാൽ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും വെളിപ്പെട്ടു. 5-ാം വാക്യത്തിൽ അത് വായിച്ചു. ക്രിസ്തുവിന്റെ 1ഉം 2ഉം വരവിനിടയിൽ കൂടിയുള്ള ഗ്യാപ്പ് യോനാശ്രാപകന് മനസ്സിലായില്ല. ഈ സഭയെക്കുറിച്ചുള്ള പ്രത്യേക അതിനെക്കുറിച്ചുള്ള യോനാശ്രാപകന് അറിഞ്ഞുകൂടായിരുന്നു. യേശുക്രിസ്തു റോമ ഗവൺമെന്റിനെ മാറ്റി രാജാവായിട്ട് വരുമെന്നുള്ള പ്രത്യാശയിലാണ് ഇരുന്നത്. എന്നാൽ അത് മറിഞ്ഞിരുന്നു. പഴയ നിയമ ഭക്തന്മാർക്കെല്ലാം മറിഞ്ഞിരുന്നു.
ഈ മർമ്മം ക്രിസ്തു ശരീരത്തിൽ എല്ലാവരും തുല്യരാണ്. ഇന്ന് പുതിയ നിയമസഭയുടെ മെമ്പറാകുന്നത് യേശുക്രിസ്തുള്ള വിശ്വാസത്താൽ യഹൂദരും ജാതികളും അത് യാതൊരു വ്യത്യാസമില്ല. ആ സഭയുടെ മണവാട്ടി സഭയായിട്ട് വ്യത്യാസപ്പെടും. അത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം പെന്തക്കോസ്തിന് ശേഷമുള്ള പ്രതിഭാസമാണ്. ഇനി നമ്മൾ ഈ പഠിച്ചതിന്റെ ബാക്കി ഇത്രയും ആമുഖമായിട്ട് ഞാൻ പറഞ്ഞു. വെളിപ്പാട് പുസ്തകം 12:7 മുതലുള്ള 12-ാം വാക്യം വരെ വായിക്കാം. നമ്മൾ നമ്മുടെ ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്യാം. റെവലേഷൻ 12:7-12. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തൻ്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ലതാനും. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവൻ്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. അപ്പോൾ ഞാൻ സ്വർഗത്തിലൊരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പീൻ. ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം. പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞുവെന്ന് മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ചു. ഓക്കെ മിഖായേലും സാത്താനും അവന്റെ ദൂതന്മാരും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ചാണ് നാം ഈ ഭാഗത്ത് കാണുന്നത്. ദാനിയേലിന്റെ 70-ാമത്തെ ആഴ്ചവട്ടത്തിൽ ഒടുവിലത്തെ പകുതിക്ക്, ഒടുവിലത്തെ പകുതി എന്ന് പറഞ്ഞാൽ ദാനിയേലിന്റെ നേരത്തെ നമ്മൾ പഠിച്ചതാണ്. 2-ാമത്തെ പകുതി എന്ന് പറയുന്നത് 42 മാസം, അല്ലെങ്കിൽ എത്ര ദിവസമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? 1260 ദിവസങ്ങൾ. പിന്നെ വേറെ വിധത്തിലും അതിന് വേറെ ഒരു കാലം, ഇരുകാലം, അരക്കാലം എന്ന് പറയുന്നുണ്ട്. അപ്പം 3.5 വർഷം. ഓക്കെ, അതാണ് നന്മയും തിന്മയും ദൈവവും സാത്താനും തമ്മിലുള്ള പോരാട്ടത്തിന്റെ ആത്യന്തികമായ സമാപ്തിയാണ് ഇവിടെ നമ്മളിപ്പം വായിച്ചു കണ്ടത്. സംഭവിക്കാൻ പോകുന്നത് തനിക്ക് അല്പകാലം മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞ് സാത്താൻ സ്വർഗത്തിനെതിരെ പടപൊരുതും. ഈ യുദ്ധം അവസാനത്തിന്റെ ആരംഭമാണ്, ദ ബിഗിനിങ് ഓഫ് ദി എൻഡ്. ഈ മഹാപീഡനകാലം സ്വർഗത്തിലെ യുദ്ധത്തോടെ ആരംഭിക്കുകയും അർമഗദോൻ യുദ്ധത്തോടെ അവസാനിക്കുകയും ചെയ്യും. മനുഷ്യചരിത്രത്തിന് സമാപ്തി വരും. പൂർവ്വയുഗങ്ങളിലെല്ലാം തന്നെ ഈ രണ്ട് ശക്തികൾ തമ്മിലുള്ള പോരാട്ടം നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാം. ഈ ലോകമുണ്ടായെന്ന് മുതൽ നന്മയും തിന്മയിലുള്ള സമരമാണ് നമ്മൾ കാണുന്നത്. യൂദായുടെ, നിങ്ങൾ സമയം കിട്ടുമ്പോൾ വായിച്ചാൽ മതി, വായിപ്പിക്കുന്നില്ല. യൂദായ ഒരു അധ്യായമേ ഉള്ളൂ, 9 അവിടെ കാണുന്നുണ്ട്. മിഖായേലും അവിടെ ലൂസിഫറും കൂടെ അവിടെ വാദപ്രയോഗം നടത്തുന്നതിനെ കുറിച്ച് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. യെശയ്യാവ് 14-ാം അധ്യായത്തിൽ സാത്താനെ ലൂസിഫർ എന്ന് വിളിച്ചിരിക്കുന്നു. അതിനാൽ അരുണപുത്രൻ എന്നാണ് അതിന്റെ അർത്ഥം, ലൂസിഫർ. എസെക്കിയേൽ 28-ാം അധ്യായത്തിൽ മറയ്ക്കുന്ന കിരൂബ് എന്ന് അവനെ വിളിച്ചിരിക്കുന്നു. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ദൂതനായ അവൻ ദൈവിക സിംഹാസനത്തിന്റെ കാവൽക്കാരനായിരുന്നു. അത് നേരത്തെ നമ്മൾ ആദ്യ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഏറ്റവും അത്യുത്തമനും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്രിയേഷനായിരുന്നു ഈ ലൂസിഫർ. എന്നാൽ അഹങ്കാരം അവന്റെ ഹൃദയത്തിൽ നിറഞ്ഞു. ദൈവത്തിന്റെ സന്ദേശവാഹനായ മിഖായേലിന് തന്റെ ശക്തിയും മഹത്വവും കൊണ്ട് ലൂസിഫറിന്റെ മുമ്പിൽ നിൽക്കുവാൻ കഴിഞ്ഞില്ല. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞ യൂദായുടെ 9-ാം വാക്യത്തിൽ കാണുന്ന. അതുകൊണ്ട് അവൻ പറഞ്ഞു, അവിടെ മിഖായേൽ പറഞ്ഞത്, കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ. യൂദായുടെ 9-ാം വാക്യത്തിൽ അങ്ങനെ കാണുന്നില്ല. വേറെ വാക്യം വല്ലതും തെറ്റിയതാണോ? തെറ്റായിരിക്കും. യൂദാ 9-ാം വാക്യത്തിൽ എന്താ, അവിടെ ഏത് വാക്യമാണെന്ന് നോക്കി. 9-ാം വാക്യത്തിൽ ശരീരത്തെ കുറിച്ച് വാദിക്കുന്നതല്ലേ? എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ
കർത്താവ് നിന്നെ അതേത് വാക്യമാണ്? 9. ഞാൻ പറഞ്ഞത് 9 എന്ന് പറഞ്ഞാൽ അതാ പറഞ്ഞത്. പിശാചിനോട് അല്ല, ലൂസിഫർ എന്നുള്ളത് അവിടെ വാക്യം വന്നിട്ടില്ല എന്നുള്ളത് ഞാൻ പറയും. അതെ, അതെ, അത് തന്നെ. മഹാസർപ്പം എന്നും പറയുന്നതെല്ലാം ലൂസിഫറിനെ കുറിച്ചാണല്ലോ. ഒത്തിരി ധാരാളം പേരുകളുണ്ട്. അതിലൊരു പേരെന്നേ ഉള്ളൂ. ഇപ്പം വിഷ്ണുവിന് 1000 പേരുണ്ടെന്ന് പറയുന്ന പോലെ യേശുക്രിസ്തുവിന് 1000 പേര് പിന്നെ ഐസി ചാക്കോ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ പല പേരിലൊരു പേരെന്നേ ഉള്ളൂ. ശാസ്ത്രനോട് ബാധിച്ചു. അത് ഞാൻ 9-ാം വാക്യം എന്ന് പറഞ്ഞു. കർത്താവ് നിന്നെ ഫലസിക്കട്ടെ എന്ന് പറഞ്ഞു. ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായത്തില് നാം വായിക്കുന്ന മഹാപ്രഭുവായ മിഖായേല് എഴുന്നേൽക്കും. ഭൂമിയിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായിട്ടും ചിലർ ലജ്ജയ്ക്കായിട്ടും നിത്യനിന്ദയ്ക്കായിട്ടും ഉണരും. ദാനിയേൽ 12:1-2 ഒന്ന് വായിച്ചേ. ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായതു മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലമുണ്ടാകും. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരും. അവിടെ നിർത്തിക്ക്. ചിലർ നിത്യനിന്ദയ്ക്കുമായിട്ടും മറ്റേത് ആദ്യം വായിച്ചാൽ ചിലർ അതിനുമുമ്പ് ആദ്യം വായിച്ച ചിലർ നിത്യജീവനായിട്ട് ചിലർ നിത്യജീവനായിട്ടും ചിലർ ലജ്ജയ്ക്കും നിത്യജീവനായിട്ട് നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും. അതെ, അപ്പൊ ഇത് നമ്മൾ എത്ര ഇത് വ്യത്യാസം. ഈ നിത്യജീവനായിട്ട് എഴുന്നേക്കുന്ന ഏത് സമയത്താണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്? നിത്യജീവനായിട്ട് ഉയർത്തെഴുന്നേക്കുന്ന ഏത് സമയത്താ? റാപ്ചറിന്റെ സമയത്ത്. ഓക്കെ, മറ്റേതോ? നിത്യലജ്ജയ്ക്കായിട്ടോ? അതെ. ഓക്കെ, അപ്പൊ ഈ ഒരു വാക്യത്തിൽ എത്ര വ്യത്യാസമുണ്ട്? ഇപ്പം എത്ര കാലത്തിന്റെ വ്യത്യാസമുണ്ട്? അപ്പൊ റാപ്ചർ കഴിഞ്ഞിട്ട് എത്രയോ പിന്നെ ഇത് 1000 ആണ്ട് കഴിഞ്ഞല്ലേ ഇപ്പം പിന്നെ ഇത് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് വരുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാനത് 3-4 ഭാഗം എടുത്ത് പറഞ്ഞതാണ്. പിന്നെ അത് ഇതുകൂടെ ആഡ് ചെയ്യാം അതിനോട് ചേർത്ത്. ഒരു വാചകത്തിൽ തന്നെ വേദോസ്തവത്തിൽ കോൺഫ്ലിക്റ്റ് ഇല്ല, കോൺട്രഡിക്ഷൻ ഇല്ല. ഒരു വാചകത്തിൽ തന്നെ 2 സംഭവങ്ങളെ കുറിച്ച് പറയുന്നു. ഒറ്റ വാക്യത്തിൽ തന്നെ അത് പല 1000-ങ്ങളോളം വർഷങ്ങളോളം വ്യത്യാസങ്ങളുണ്ട് താനും. അത് തരം തിരിച്ച് പഠിക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. നിത്യമായി ഉണരും വേഴ്സ്. അത് നല്ലൊരു ഭാഗമാണ്. പൗലോസ് പറഞ്ഞ പ്രധാന ദൂതന്റെ ശബ്ദം മുഴങ്ങും. ഈ സമയത്താണ് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണുന്ന എല്ലാവർക്കും പ്രതിഫലം ലഭിക്കുക. ഈ സമയത്താണ് ദൈവത്തിന്റെ വിശുദ്ധന്മാർ ആകാശമണ്ഡലങ്ങൾ നക്ഷത്രങ്ങളെ പോലെ നിത്യം പ്രശോഭിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അന്ന് സാത്താൻ പരാജയപ്പെടും. അവന്റെ അന്ധകാരം നിറഞ്ഞ സാമ്രാജ്യം തകരും. കല്ലറ ശൂന്യമാക്കപ്പെടും. മരണത്തിന്റെ അധികാരമില്ലാതെയാകും. പൗലോസ് പറയുന്നത് ഒടുക്കത്തെ ശത്രുവായിട്ട് നമ്മുടെ ഒടുക്കത്തെ ശത്രു ആരാ? മരണമാണ്. അപ്പം ചിലർ പറയും ശാശാണ് വലിയ. ശാശല്ല, നമ്മുടെ മനുഷ്യനെല്ലാവർക്കും മരിക്കുവാൻ സൂയിസൈഡൽ അത് മെന്റൽ പ്രോബ്ലമാണ്. പക്ഷെ എല്ലാവർക്കും മരിക്കുവാൻ ഭയമുണ്ട്. ഇത് മരണം മടക്കുമ്പോൾ അത് എല്ലാ പുരാണത്തിലും കാണാം. ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വാക്സിനേഷൻ പോലെ ഈ ക്രിസ്തുമതത്തിന് മുമ്പ് തന്നെ ഈ ഹിന്ദു പുരാണത്തിലും ഗ്രീക്ക് പുരാണത്തിലും ഒക്കെ ഈ മതങ്ങളെല്ലാം ഉണ്ടാക്കിയത് പിശാചാണ്, അല്ലെങ്കിൽ ലൂസിഫറാണ്. മുമ്പേ പറഞ്ഞ അവര് നേരത്തെ തന്നെ ഈ കാര്യങ്ങൾ മുമ്പേ കണ്ടുകൊണ്ട് തന്നെ പല കാര്യങ്ങൾ ബൈബിളിലെ കാര്യങ്ങൾ മിമിക്രി ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് പൗലോസ് പറയുന്നത് നമ്മുടെ മരണമാണ് അവസാനത്തെ ശത്രു. അവിടെ ഹിന്ദു പുരാണത്തിൽ പറഞ്ഞ ബ്രഹ്മാവിനും മരിക്കാൻ ഭയമുണ്ടെന്നാണ് പറയുന്നത്. അവരുടെ ഹിന്ദു പുരാണം അനുസരിച്ച് ബ്രഹ്മാവാണ് ക്രിയേറ്റർ. ബ്രഹ്മാവിനും മരിക്കാൻ പ്രയാസമുണ്ട്. എവിടെയാണ് യുദ്ധം നടന്നത്? യോഹന്നാൻ പറയുന്നു, എവിടെയായിരുന്നു യുദ്ധം നടന്നത്? ഓക്കെ, സ്വർഗത്തില് യുദ്ധം ഉണ്ടായി. അതിന്റെ അതിശയിക്കേണ്ട ഒരു വെളിപ്പാടിന്റെ അവസാനം ദൈവം നമ്മൾ കാണുന്നത് പുതുവാന ഭൂമിയെ സൃഷ്ടിക്കും. അപ്പം കാര്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ഭൂമിയും ആകാശവും അത് ഇപ്പൊ ഇത് മനുഷ്യ ഭൂമി ആകാശവും പിശാചി അശുദ്ധമാക്കി. മനുഷ്യവർഗത്തെക്കാളും പാപത്തിന് എത്ര പഴക്കമുണ്ട്? ബൈ ദ വേ,
എന്നാ പാപം തുടങ്ങിയതെന്നാ? സ്വർഗത്തില് പിന്നെ സാത്താൻ പാവം അഹങ്കരിച്ചപ്പോഴ്. ഓക്കെ. അപ്പം ഭൂമിയിലല്ല പാപം ഉണ്ടായ, സ്വർഗത്തില് സാത്താന് പിന്നെ പാപം അവിടെ ഉടലെടുത്തതാണ്. അതുകൊണ്ടാണ് ലൂസിഫറിന്റെ ഇറയത്തിൽ കൊണ്ടുള്ള ഈ ആകാശമെല്ലാം മലിമസമായതുകൊണ്ട് ഈ ആകാശവും ഭൂമിയും ഇത് മാറിപ്പോയിട്ട് പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നതിന്റെ പ്രധാന ഒരു കാരണം അതാണ്. ശാശ് ഈ ഭൂമിയിലല്ല മനുഷ്യനല്ല പാപം ഉണ്ടായത്, ശാശ് മൂലമാണ് സ്വർഗത്തിലാണ് ആദ്യം ഉണ്ടായത്. പിശാച് എങ്ങനെയിരിക്കും? ഘോരവും ഭീകരവും ക്രൂരവുമായ ഒരു മഹാസർപ്പത്തെ പോലെ ആണ് അവന് അതുപോലെ ചുവപ്പ് നിറമുള്ള അവനാണ്. അവന് അവിടെ ചുവപ്പ് നിറമെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അവന് ആദി മുതലേ അവനെ കുലപാതകൻ ആകുന്നുവെന്ന് അവനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അവന് 7 തലകളുണ്ട്. 7 എന്ന സംഖ്യ പൂർണ്ണതയെ കാണിക്കുന്നു. ഇവിടെ ദുഷ്ടതയുടെയും പൂർണ്ണതയാണ് 7 എന്ന് പറഞ്ഞ പൂർണ്ണത. എന്തിന്റെ പൂർണ്ണതയാണ്? ദുഷ്ടതയുടെ പൂർണ്ണതയാണ്, പാപത്തിന്റെ പൂർണ്ണതയാണ് അവിടെ കാണിക്കുന്നത്. അവന്റെ ഓരോ തലയിലും കിരീടമുണ്ട്. അവൻ കിരീടധാരിയായ രാജാവായി എപ്പോഴും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. മത്തായി 12 നമ്മുടെ കർത്താവ് സാത്താനെ കുറിച്ച് പറയുന്നത് ഒരു രാജാവെന്നാണ്. സാത്താൻ ഈ ലോകത്തിന്റെ പ്രഭു എന്ന് യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷത്തിൽ 3 പ്രാവശ്യം പ്രസ്താവിച്ചിട്ടുണ്ട്. 2 കൊരിന്ത്യർ 4:4 പൗലോസ് പറയുന്നത് സാത്താൻ സർവ്വലോകത്തിന്റെയും ദൈവം എന്നുള്ളതാണ്. എഫേസ്യർ 2:2 എനിക്കൊന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചതാണ്, പറയുന്ന ആകാശത്തിലെ അധികാരി എന്നാണ് ഈ ശാസനെ കുറിച്ച് അഥവാ ലൂസിഫറിനെ കുറിച്ച് അവിടെ വിവരിച്ചിരിക്കുന്നത്. ഈ ലോകത്തിന്റെ ഭരണവും ലോകത്തിന്റെ സർവ്വ അധികാരവും വെളിപാട് 11 7-ാം കാഹളം ധ്വനിക്കുന്നത് വരെ നമ്മുടെ കർത്താവിന്റെ അഭിഷക്തന്റെ പരമാധികാരത്തിൽ ആകെയില്ല എന്ന് നമ്മൾ 11-ാമത്തെ കണ്ടു. അതുവരെ സാത്താന്റെ കയ്യിലാണ്. ലൂസിഫർ തന്നെ ഒരു നക്ഷത്രമാണ്. അത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, പ്രഭാത നക്ഷത്രം എന്നാണ് അർത്ഥം. ഹിന്ദു പുരാണം ഇപ്പൊ ഇത് ദൂതന്മാരെ നക്ഷത്രങ്ങളായിട്ട് അവിടെ ബൈബിളിൽ പറയുന്നുണ്ട്. യോബ് 38:7 പെട്ടെന്ന് വായിക്കാൻ പറ്റുമോ? ഈ ജോബ് 38:7. ജോബ് 38:7. ഓക്കെ. അതിൻ്റെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു? അല്ല അതിൻ്റെ മൂലക്കല്ലിട്ടവനാർ? 38:1 ഓ, 38:1. അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് ഇയ്യോബിനോട് ഉത്തരം അരുളി ചെയ്തത് എന്തെന്നാൽ, അറിവില്ലാത്ത വാക്കുകളാൽ ആലോചനയെ ഇരുളാക്കുന്നവരിവനാർ. അവിടെ ഈ പ്രഭാത നക്ഷത്രങ്ങൾ ഭൂമി സൃഷ്ടിച്ചപ്പോൾ സന്തോഷിച്ചെന്നുള്ള വാക്യമാണ് ഞാൻ പിന്നെ അവിടെ ഉദ്ദേശിച്ചത്. അത് ഞാൻ ഓർത്ത് 7 ആയിരിക്കും എന്നുള്ളതാണ്. എന്നാൽ ഞാൻ അത് പിന്നെ നോക്കാൻ സമയമില്ല. അത് സാരമില്ല. അവിടെയും പറയുന്നത് നക്ഷത്രങ്ങൾ എന്നാണ് അവിടെ പറയുന്നത്. 6-ാമത്തെ പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ അതിന്റെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു? അല്ല അതിന്റെ മൂലക്കല്ലിട്ടവനാർ. താങ്ക് യു. അപ്പൊ അത് ഇംഗ്ലീഷ് മലയാളം ബൈബിള് നോക്കുമ്പോ അതിൽ വരുന്ന ഒരു അതെ അങ്ങനെ പറ്റിയതാ. അത് ലാംഗ്വേജിന്റെ ഇതുകൊണ്ട് ഞാൻ റെഫർ ചെയ്ത ഇംഗ്ലീഷാ, അങ്ങനെ പറ്റിയതാ. എനിവേ അത് വായിച്ചതിന് വളരെ നന്ദി. അപ്പൊ ഈ ശുക്രനക്ഷത്രം ഹിന്ദു പുരാണത്തിൽ പറയുന്നുണ്ട്. ശുക്രാചാര്യരും പറഞ്ഞവരുണ്ട്. പുള്ളി ശുക്രനക്ഷത്രം നമ്മൾ കാണുന്ന പ്രഭാത നക്ഷത്രം വെളുപ്പിനല്ലേ ശുക്രനക്ഷത്രം കാണുന്നത്. അപ്പം ഈ ഹിന്ദു പുരാണത്തിലും ഓരോരുത്തരെ നക്ഷത്രങ്ങളായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ദൂതന്മാരെ പിന്നെ നക്ഷത്രങ്ങളായിട്ട് അവിടെ ഒരു മെറ്റഫോറായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. റിയൽ ദൂതന്മാരായിരിക്കണമെന്നില്ല, ആയാലും കുഴപ്പമില്ല. പിന്നെ അത് ഇടയ്ക്കാനത് ഒന്നും മനസ്സിലായിരുന്നുള്ളൂ. സാത്താൻ കാലങ്ങൾക്ക് മുമ്പേ വീണപ്പോൾ 3-1 ദൂതന്മാരെ പൂട്ടി അവന്റെ കൂടെ വീണു. അത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്ത. ലൂസിഫറും 3-1 ബന്ധനത്തിലല്ല. അവര് ഇപ്പോഴും ഈ ഭൂമിയിൽ കൂടാതെ സഞ്ചരിച്ചുകൊണ്ട് നടക്കുക. ലൂസിഫറും ശാശു അവന്റെ സന്താനങ്ങൾ. 2 പത്രോസ് 2-ലും യൂദായുടെ ലേഖനത്തിലും വേറൊരു കൂട്ടരെ അവിടെ അന്ധകാരത്തിന് താമസിൽ പൂട്ടിയിട്ടിരിക്കുന്നുണ്ട്. ടാറ്റാറസ് എന്ന് പറയും. അത് ഞാൻ ഒരിക്കലും പ്രസ്താവിച്ചാണ്. അത് നോഹയുടെ ജലപ്രളയ കാലത്ത് അവിടെ പിന്നെ അവിടെ നശിച്ചു പോയ ആൾക്കാരുടെ ആത്മാക്കളാണ്. അവര് വീണദൂതമാണ്, വീണുപോയ ഫോളൻ ഏഞ്ചൽസ് ആണ്. അവർ 2 പ്രാവശ്യം വീണു. സാത്താന്റെ കൂടെ 3-1 വന്നു. പിന്നെ
മനുഷ്യ സ്ത്രീകളെ കണ്ടിട്ട് പിന്നെ അവരുമായിട്ട് വിവാഹം കഴിച്ചു. അതുകൊണ്ടാണ് നോഹയുടെ കാലത്ത് നേരത്തെ എന്ന് പറഞ്ഞാണ് വീഡിയോയും അയച്ചതാണ്, ലോകത്തെ മുഴുവൻ ദൈവം നശിപ്പിച്ചത്. അതുകൊണ്ടാണ് സങ്കല നെഫിലിം ഉണ്ടായി, രാക്ഷസന്മാരുണ്ടായി. അതുകൊണ്ടാണ് ഭൂമിയെ മുഴുവൻ നശിപ്പിച്ചത്. അതിനാൽ ഈ ഭൂമിയിൽ ഞാൻ ഈ അവസാന സമയത്തും അത് റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഞാൻ ദൈവം അനുവദിച്ചാൽ പറയാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നെഫിലിം പോലെ സാത്താൻ സങ്കരപ്പെടുന്ന ആ കോമ്പിനേഷൻ വരുന്ന ഒരു സാധ്യത ഇനി അവസാന സമയത്തും വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അവർ രണ്ടു പ്രാവശ്യം വീണ ആൾക്കാർ രണ്ടാമത് ദൈവത്തിന്റെ ആ ബൗണ്ടറി ലംഘിച്ചിട്ട് മനുഷ്യ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടു. അതുകൊണ്ടാണ് ഭൂമി മുഴുവൻ മലിമ്പസമായി. നോഹയും 8 പേരും മാത്രമേ ഉള്ളൂ കളങ്കമായി. നോഹ പെർഫെക്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ DNA കറപ്റ്റഡ് അല്ല എന്നുള്ളതാണ് നോഹയുടെ. അതുകൊണ്ട് ബാക്കിയുള്ള എല്ലാവരെയും നശിപ്പിച്ചത്. അതുകൊണ്ടാണ് അവരുടെ ആത്മാക്കളെയാണ് ഈ 2 പത്രോസ് 2 കാണുന്നതും യൂദായുടെ ലേഖനത്തിൽ കാണുന്ന ടാറ്റാടസിൽ അവരെ അടച്ചിട്ടിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ചതാണല്ലോ. അവസാനം അവരെ വിടുമ്പം പിന്നെ നമ്മൾ 11 അത് പഠിച്ചതാണല്ലോ. കീം കൊടുത്ത് ആകാതെ കൂപത്തിന്റെ കുടുംബം അവരെ തുറക്കുന്ന ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അവനെ സ്വർഗത്തില് മിയാലിനോട് പടപെട്ടെന്ന് നമ്മൾ വായിച്ചു. വാഴ്ത്ത സന്തതിയെ നശിപ്പിക്കുവാന് ആണ് സാത്താൻ ആദ്യം മുതൽ ശ്രമിക്കുന്നത്. ഈ വേദഭാഗം തുടർന്ന് പറയുന്നത്, സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. ഏദൻ തോട്ടത്തിൽ മുതൽ വാഗ്ദത്ത സന്തതിയെ നശിപ്പിക്കുവാൻ സാത്താൻ അന്ന് മുതൽ ശ്രമിക്കുകയാണ്. ഹാബേലിനെ കൊല്ലുവാൻ കയീനെ അവൻ പ്രേരിപ്പിച്ചു. ഭൂമിയിൽ ദുഷ്ടത വളർത്തി. ജലപ്രളയത്താൽ ലോകം നശിപ്പിച്ചു. അവസാനം ശിശു ജനിച്ചപ്പോൾ മഹാസർപ്പം അവളുടെ കുഞ്ഞിനെ വിഴുങ്ങുവാൻ ഒരുങ്ങി. ബേദൽഹേമിലെ സകല കുഞ്ഞുങ്ങളെയും കൊല്ലുവാന് ഹേരോദാവിന്റെ ഹൃദയത്തിൽ സാത്താൻ പ്രവർത്തിച്ചു. ശിശുക്കളെ കൊല്ലുന്നതിന് മൂലം വാഗ്ദത്ത സന്തതിയെ നശിപ്പിക്കുവാൻ അവനെ പദ്ധതിയിട്ടു. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഹിന്ദുമതത്തിലും അവര് അതുപോലെ കൃഷ്ണൻ ജനിച്ചപ്പോഴും ആമ്പിള്ളാരെ എല്ലാം കൊല്ലുവാനായിട്ട് അവിടെ ഉത്തരവിട്ടായിരുന്നു. അപ്പൊ ഇത് സാത്താന്റെ ഒരു കളിയാണെന്ന് ഞാനത് മനസ്സിലാക്കുന്നുള്ളൂ. നേരത്തെ തന്നെ ഈ പാരലായിട്ടുള്ള കഥകൾ അവനുണ്ടാക്കി. ഈ പദ്ധതിയുടെ ഫലം 2 വിധമായിരുന്നു. വാക്യം 10 ഇവിടെ കാണുന്ന 2 വിധ പ്രഖ്യാപനം ഇവിടെ നടക്കുന്നുണ്ട്. ഒന്ന് സ്വർഗത്തോട് ബന്ധപ്പെട്ടതും രണ്ടാമത്തേത് ഭൂമിയോട് ബന്ധപ്പെട്ടതും. സ്വർഗത്തിലുണ്ടായ മഹാപ്രഖ്യാപനം രക്ഷകനോടും സാത്താനോടും വിശുദ്ധരോടും ബന്ധപ്പെട്ടതാണ്. അനാദികാലങ്ങളായി സാത്താന് ദൈവസന്നിധിയിൽ പ്രവേശനം ഉണ്ടായിരുന്നു. അവൻ യോബിനെ കുറിച്ചും മഹാപുരുതനായ യോശുവെ കുറിച്ചും ദൈവസന്നിധിയിൽ പറഞ്ഞ ദൂഷണം നമുക്കറിയാം. ഇപ്പൊ ഇവിടെ വായിച്ചായിരുന്നു, ദൈവസന്നിധിയിൽ എപ്പോഴും ദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ഇപ്പൊ നമ്മളെ കുറിച്ചും അത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ സാത്താന്റെ പ്രവർത്തനം മൂലം നമ്മളെ എപ്പോഴും കുറ്റം വിധിക്കാനും താറടിക്കാനും സാത്താന്റെ ശക്തികൾ ശ്രമിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇവിടെ അത് വായിച്ചായിരുന്നു, ദൈവസന്നിധിയിൽ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ അവൻ ചെയ്തത്? ദൈവമക്കളുടെ കുറ്റം കണ്ടുപിടിക്കുകയാണ് അവന്റെ പ്രധാന തൊഴില്. ദൈവസന്നിധിയിൽ പോകാനുള്ള അവന്റെ വാതിൽ ഇവിടെ അടയ്ക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഭൂമിയിലുണ്ടായ പ്രഖ്യാപനത്തെ തുടർന്ന് സ്വർഗത്തിൽ വലിയൊരു പ്രഖ്യാപനം ഉണ്ടായി. ഭൂമിക്കും ശബ്ദത്തിനും അയ്യോ കഷ്ടം. ഈ കഷ്ടം പ്രഖ്യാപിച്ച ഉടനെ തന്നെ കാഹളങ്ങൾ മുഴങ്ങി. സാത്താന്റെ സ്വാതന്ത്ര്യം ഇവിടെ നഷ്ടപ്പെട്ടു. ഇനി ഭൂമിയിലുള്ള യുദ്ധം 13-ാം വാക്യം മുതൽ 17 വരെ ഉള്ളത് കൊണ്ട് ഇനി 5 മിനിറ്റേ ഉള്ളൂ. വായിച്ചത് പറയാൻ സമയമുണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഇപ്പം കുഞ്ഞുങ്ങൾ മുമ്പേ വായിച്ചത് 12 വരെയല്ലേ വായിച്ചു? അതെ, 12 വരെ വായിച്ചു. നിങ്ങളെന്താ പറയുക? നിങ്ങളുടെ ഇംഗിതത്തിന് ഞാൻ വിടുകയാണ്. അങ്ങനെ ബാക്കി ശരിക്കും പറയണേ അടുത്ത ആഴ്ച പറയുമായിരിക്കും നല്ലത്. അപ്പം നമ്മള് അപ്പൊ ഇനി 5 മിനിറ്റ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെയാണ് ദൈവം അനുവദിച്ചാൽ വരുന്നാഴ്ച പറയാം. എന്തെങ്കിലും ഇത് 5 മിനിറ്റ് കൊണ്ട് സംശയം ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇപ്പോൾ അപ്പൊ 5 മിനിറ്റ് കൊണ്ട് ചോദിക്കാം. എന്നുവെച്ചാൽ ഈ സ്വർഗരാജ്യം ദൈവരാജ്യം എന്ന് 2 പറഞ്ഞിട്ടുള്ളത് യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ സ്നാപകം വന്നപ്പോ സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുമെന്ന് പറഞ്ഞു. പിന്നെ ദൈവരാജ്യം എന്ന് പല ഇടങ്ങളിലും പറയുന്നുണ്ട്.
അപ്പം ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടോ? സ്വർഗരാജ്യവും ദൈവരാജ്യവും തമ്മിലുള്ള ദൈവരാജ്യവും സ്വർഗരാജ്യവും തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ല. ദൈവത്തിന്റെ പിന്നെ സ്വർഗരാജ്യം എന്ന് പറയുന്ന ഈ ദൈവം ലോകത്തിന്റെ മുഴുവൻ അധിപതിയാണ്. യേശുക്രിസ്തു രാജാവായിട്ട് ഭൂമി വരുന്നു, ആ സ്വർഗരാജ്യം സ്ഥാപിക്കുന്നുള്ളതാണ്. അപ്പൊ ഇത് വളരെ ഇപ്പോഴും കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഇത് ബേബിയല്ലേ ചോദിച്ചത്? അപ്പൊ ഞാൻ ഇതിന്റെ ഒരു വീഡിയോ ഞാനും അലക്സാണ്ടർ കൂടെ ചെയ്തിട്ടുള്ളത് ഞാൻ അയച്ചു തരാം. മറ്റേ ഇതിന്റെ ഗ്രൂപ്പിൽ വിടാം. അപ്പൊ ഇതിനെ കുറിച്ച് സ്വർഗരാജ്യവും ദൈവരാജ്യവും തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഏകദേശം ഓവർലാപ്പ് ചെയ്യുന്ന ദൈവരാജ്യം യേശുക്രിസ്തു ഭൂമിയിൽ രാജ്യം സ്ഥാപിക്കുക എന്നുള്ളതാണ്. അതിനായിട്ടാണ് വന്നത്. എന്നാൽ ആ പ്രഖ്യാപനം യഹൂദന്മാർ യേശുക്രിസ്തു തള്ളിക്കളഞ്ഞുകൊണ്ട് ആ ദൈവരാജ്യം സ്ഥാപിക്കുന്നത് പോസ്റ്റ്പോൺ ചെയ്തു. അങ്ങനെയാണ് സഭ ഉണ്ടായത്. അപ്പൊ സ്വർഗരാജ്യവും സ്വർഗത്തിന്റെ ആധിപത്യം ലോകത്തിലുണ്ട് എന്നുള്ളതാണ് സ്വർഗരാജ്യം. അപ്പൊ മത്തായി സുവിശേഷം 13-ാം അധ്യായത്തില് വളരെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ഇത് രണ്ടും വലിയ വ്യത്യാസമില്ല. ദൈവത്തിന്റെ ലോകത്തിലുള്ള ഭരണം എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഞാൻ അതിന്റെ വീഡിയോ അയച്ചു തരാം. അത് തീർച്ചയായിട്ടും കേൾക്കണം. അത് അന്നേരം അത് മനസ്സിലാകും. അത് ക്ലിയർ ആയിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് നല്ലൊരു ചോദ്യവുമാണ്. പിന്നെ അതുപോലെ യൂദയുടെ ലേഖനത്തില് യഹോവ നിന്നെ ഭത്സിക്കട്ടെ എന്ന് ദൂതന്മാര് പറഞ്ഞെന്ന് പറയുന്നുണ്ട്. അപ്പം ഈ റിബ്യൂക്ക് ചെയ്യാൻ, സാത്താനെ റിബ്യൂക്ക് ചെയ്യാന് ദൈവമക്കൾക്ക് അത് ചെയ്യാൻ പറ്റുമോ? സുവിശേഷത്തിലുണ്ടല്ലോ ഞാൻ പിന്നെ ഭത്സിക്കുന്ന കാര്യമൊക്കെ. ദൈവമക്കൾക്ക് അത് ചെയ്യാൻ പറ്റുമോ? നമുക്ക് അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് ചില ഗ്രൂപ്പുകാരെ സാത്താനെ ഭത്സിക്കുന്ന ഞാൻ കണ്ടിട്ടുമുണ്ട്, കേട്ടിട്ടുമുണ്ട്. അതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ഇവിടെ ഈ യൂദായുടെ 9 പറയുന്നത് എന്നതാ, അവിടെ മിഖായേൽ എന്ന് പറഞ്ഞ പ്രധാന ദൂതനാണ് ലൂസിഫറുമായിട്ട്. അവിടെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ഹയറാർക്കി ഉണ്ട്. ഹയറാർക്കി വരുമ്പം ചെരൂബാണ് പിന്നെ ദൂതന്മാരെക്കാളും ഹയറാർക്കി മേളുള്ളത്. അപ്പം പ്രധാന ദൂതനേക്കായാലും മിഖായേലിനേക്കാളും കൂടിയ പൊസിഷനാണ് ലൂസിഫറിനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഫത്സിക്കാതെ നിന്നെ ദൈവം ഫത്സിക്കട്ടെന്ന് പറഞ്ഞ് വിട്ടത്. നമ്മൾ ശാസിനെ ഫത്സിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല, അത് ശരിയുമല്ല. നമ്മൾ ദൈവത്തെ പരിമേൽപ്പിക്കുക, നമ്മൾ ദൈവമാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നമ്മൾ ശാസിന് നമ്മളെ യാതൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. യാതൊരു വിധത്തിൽ നമ്മൾ ഫലിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മളെ പ്രസംഗം കേട്ടിട്ടുണ്ട്. നമ്മുടെ സഭയിലും പല 1-2 പേര് പ്രസംഗം ചെയ്യാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ പിന്നെ സാത്താനെ എന്നെ വിട്ടുപോകുന്നു പറഞ്ഞ് പിന്നെ കർത്താവ് തന്നെ സാത്താനോട് പറയുന്നുള്ളു. പത്രോസ് എന്തോ പറഞ്ഞപ്പോഴാണ് സാത്താനെ എന്നെ വിട്ടുപോകും എന്ന് പറയുന്നുണ്ട്. അത് യേശുക്രിസ്തു പറഞ്ഞു. 12 അപ്പസ്തോലന്മാർക്ക് പ്രത്യേക അധികാരമുള്ളവരായിരുന്നു. ഇന്ന് അതുപോലുള്ള അപ്പസ്തോലന്മാരില്ല. യേശുക്രിസ്തുവിനെ പോലെ നമുക്കുള്ള ഇതില്ല. എന്നാൽ ഇവിടെ ഈ രോഗസൗഖ്യത്തിൽ രോഗം വരുമ്പോൾ ചില പാസ്റ്റർമാർ എന്ന സാത്താനെ ഞാൻ ഫലിക്കുന്നു വിട്ടു എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ഒന്നും സംഭവങ്ങൾ യാതൊന്നും നടന്നിട്ടില്ല. അവരെല്ലാം മരിച്ചു പോയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ഫലിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ദേഹത്ത് സാത്താൻ തൊടുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. നമ്മൾ ഈ വിശുദ്ധ ജീവിതം ജീവിച്ച് ദൈവത്തിൽ സാത്താൻ നമ്മളെ തൊടാൻ പറ്റുകയില്ല. നമ്മൾ ഫലിക്കേണ്ട കാര്യവുമില്ല. പിന്നെ അത് ഈ ഭൂതം ബാധിച്ചവരെ വിട്ടുപോകാൻ പറയുന്നുണ്ട്. അത് വേറെ സംഘം എക്സോസിസം എന്ന് പറയും, ഭൂതബാധ ഒഴിപ്പിക്കുന്നത്. അത് സാത്താനെ വിട്ടുപോകുന്നും പറഞ്ഞ് അത് നമ്മൾ കോൺടാക്റ്റിൽ അത് മനസ്സിലാക്കണം. അതിന് കുഴപ്പമില്ല. ഒരാളിപ്പോ ഒരു ഭൂത ബാധിച്ച ഒരാളെ കണ്ട് നമ്മൾ പറയാ സാത്താനെ വിട്ടുപോകുന്നു പറഞ്ഞാല് അതിൽ പിന്നെ കുഴപ്പമില്ല. എന്നാൽ നമ്മളെ സാത്താൻ ബാധിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ലല്ലോ. പൊസഷൻ പറ്റുകയില്ലല്ലോ. ദൈവമക്കളെ സാത്താനെ പൊസഷൻ ചെയ്യാൻ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാനേ പറ്റൂ. അല്ലാതെ എന്തോ സാത്താന പ്രധാന ആള് ഭൂതം സാത്താന കിങ്കരന്മാരെ പിന്നെ ലൂസിഫറിന്റെ സാത്താന കിങ്കരന്മാരാണ്. അവർ കൂട്ടത്തില് കഴിഞ്ഞ ആഴ്ച പറയില്ല 3-1 വന്ന് ലക്ഷക്കണക്കിന് ശാസികൾ ദൂതന്മാരുണ്ട്. അവർ ഇവിടെ കറങ്ങി നടക്കുകയാണ്. നമ്മൾ സംഭാഷണം കഴിക്കുമ്പോൾ ഇതെല്ലാം അവർ കേട്ടോണ്ടിരിക്കുകയാണ്. അവരാണ് ഈ ദൈവസേനയെ കൂട്ടിപ്പിടിപ്പിക്കുന്നതും എല്ലാം അവരാണ്. നമ്മളെ ആൾക്കാരെ താറടിക്കുന്നതും ഒക്കെ അവരുടെ തൊഴിലാണ്. അവരുടെ കിങ്കരന്മാരാണ്. പിന്നെ ഭൂതങ്ങളെന്ന് പറയും. ഭൂതം പ്രേതം ശാശ് എന്നൊക്കെ പറയുന്നുണ്ട്. ശാശ് എന്ന് പറഞ്ഞാൽ പ്രധാനം ലൂസിഫർ, ശാശ്, അവന് സർപ്പം, പഴയ പാമ്പ്, ഇങ്ങനെ പല പേരുണ്ട്. പ്രധാന ഹെഡ് അവന് ഹെഡാണ്. ബാക്കിയുള്ളവർ ഭൂതങ്ങളാണ്. അവർ കറങ്ങി നടക്കുകയാണ് ഈ ലോകത്തിന്റെ അന്തരീക്ഷത്തിൽ. നമ്മളെ എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യും. ദൈവമക്കളെ ഒരിക്കലും പൊസസ് ചെയ്യാൻ പറ്റുകയില്ല. മുമ്പേ പറഞ്ഞ ശാസിക്കുന്നത്
പൊസസ് ചെയ്ത ഒരാളെ ഇപ്പം നിങ്ങൾ നിങ്ങൾ സൗകര്യ വിളിക്കുകയാണോ, ഒരു കുഞ്ഞിനെ ആരോ പൊസസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് സാത്താനെ വിട്ടുപോകുന്നു പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. അവരിൽ നിന്ന് വിട്ടുപോകാനായിട്ട് ശാസിച്ച് പുറത്താകാം. അന്ന് വിശ്വാസികളെ സംബന്ധിച്ച് അത് ബാധകമല്ല. അത് ഈ അപവാദം എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ദൈവസഭയിൽ ഒരുപാട് അങ്ങ് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂവാ. അത് നമ്മളെ പിന്നെ ഇത് പറയട്ടെ, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത് നമ്മുടെ സഭയിൽ തന്നെ നമ്മുടെ ആൾക്കാർ തന്നെയാണ് നമ്മളെ കുറിച്ച് അപവാദങ്ങളൊക്കെ പറയുന്നത്. അത് ഭയങ്കര ശല്യമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മൾ പറയുന്ന ഏത് വാക്കിനും കണക്ക് കൊടുക്കേണ്ടി വരും എന്ന് പറയുമ്പം, ഞാൻ സാത്താന്റെ ചട്ടുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, ഒരു സഹോദരനും സഹോദരിക്കും എതിരായിട്ട് ഞാൻ തെളിവില്ലാതെ അവിടെ 10 പേരോട് പറയുമ്പോഴേ ഞാൻ സാത്താന്റെ ചട്ടുമായിട്ട് പ്രവർത്തിക്കുകയാണ്, എനിക്ക് ശിക്ഷാവധി വരുമെന്ന് നമ്മൾ ഭയത്തോടുകൂടി ഇരിക്കണം. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് ഉപ്പിനാൻ രുചി വരുന്ന വാക്കുകളെ സംസാരിക്കാവൂ, നിങ്ങൾ ഓരോ പറയുന്ന വാക്കിനും നിങ്ങൾ കണക്ക് കൊടുക്കണമെന്ന് പറയുമ്പം ന്യായവിധി ഉണ്ട്. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പൊട്ടച്ചൊല്ല കളിവാക്ക് ഒരാളെ കുറിച്ച് നമുക്ക് തെളിവില്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ടോണ്ട് അവൻ കള്ളു കുടിക്കുന്ന ഞാൻ കേട്ട അവൻ കള്ളുകുടിയനാണെന്നും പറഞ്ഞു ഒരാളെന്നോട് പറഞ്ഞിട്ടുണ്ട്. ചിലരെ കൂടി അവൻ കള്ളുകുടിയാണ്. ഞാൻ പറഞ്ഞു താൻ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇന്നാര് പറഞ്ഞു? ഞാൻ പറഞ്ഞു അത് ബാധകമില്ല. അതുകൊണ്ട് ദൈവസ്ഥാനം നമ്മൾ ഭയത്തോടു കൂടി ഇരിക്കണം. ദൈവഭയം ഇല്ലാത്തത് കൊണ്ടാണ് അത് സാത്താന്റെ ജോലിയാണ് നമ്മൾ ദൈവമക്കളെ കുറ്റപ്പെടുത്തുന്നത്. ആ ജോലി നമ്മൾ ഏറ്റെടുക്കരുത്. അതുകൊണ്ട് ഇവിടെ ഒക്കെ ഉണ്ട് അത് ഇഷ്ടം പോലെ. അത് എല്ലായിടത്തും ഉണ്ട്. നമ്മൾ ഫോളൻ ക്രീച്ചേഴ്സ് ആണ്, വിശ്വാസികളാണെന്ന് പറഞ്ഞാലും നമ്മൾ ഇതിലെ അടിമകളാണ്. സാത്താൻ്റെ ഇൻഫ്ലുവൻസിലുണ്ട്. അതുകൊണ്ട് സാത്താൻ പൊസസ് ചെയ്യല, ഇൻഫ്ലുവൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഭയഭക്തിയോടുകൂടെ നമ്മൾ സംസാരിക്കുമ്പം ദൈവം കേൾക്കുന്നു, നമുക്ക് പിന്നെ അത് ദൈവം കണക്കിടും, ന്യായവിധി കൊടുക്കുമെന്ന് നമ്മൾ ആ ദൈവഭയം ഇല്ല. അതുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നത്. എനിക്ക് പറയാനുള്ള ഒറ്റ വാക്കേ ഉള്ളൂ, ദൈവത്തെ ഭയമില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ദാറ്റ്സ് മൈ ഫൈനൽ വേർഡ്. അതുകൊണ്ട് ജനറേഷൻസ് എല്ലാം അങ്ങ് പോവുക, സഭയിൽ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. ദൈവമില്ലാത്തതുകൊണ്ട് നമ്മുടെ ജനറേഷൻ നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വരണാഴ്ച ദൈവം എന്ന് വെച്ചാൽ കാണാം. എന്നാല് ഓക്കെ, താങ്ക് യു വെരി മച്ച്. വെൽക്കം.